എന്തിനാ ഫാൻ ഓഫ് ചെയ്ത്? പിന്നെ 24 മണിക്കൂർ ഫാൻ കറക്കിക്കൊണ്ടിരുന്ന കറണ്ട് ബില്ല് ആരും കൊടുക്കൂടാ? ചോദിക്കുന്ന ഫാൻ എന്തിനു ഓഫ് ചെയ്യുന്നതെന്നും പറഞ്ഞോട്ട്. എന്തോ രാവിലെ കഴിക്കാൻ? പിന്നെ വിഭവങ്ങൾ ഉണ്ടാക്കി തരാൻ നീ ഇവിടെ കുറെ കൊണ്ട് വെച്ചിരിക്കുവാണല്ലോ. രാവിലെ പാലുകാരനും പത്രക്കാരനും വന്നിട്ട് പോയതേ ഉള്ളൂ. എവിടുന്ന് അടുത്ത് കൊടുക്കാനാ പൈസ? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ അനിയത്തിയുടെ കല്യാണം അടുത്ത് വരുവാ. നിനക്ക് പിന്നെ നാണവും മാനവും ഇല്ലല്ലോ, എനിക്കതുണ്ട്. കല്യാണം എങ്ങാനും നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ പിന്നെ നീ എന്നെ ജീവനോടെ കാണത്തില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു 2 മാസം എനിക്ക് ജോലി ഇല്ലാണ്ടായപ്പോൾ നിങ്ങൾക്കൊക്കെ ഞാൻ ശത്രുവായിട്ട് മാറിയല്ലേ? അതുവരെ ഞാനല്ല ഈ വീട്ടിലെ സകല ചെലവും നോക്കിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ? ഓരോ മാസവും കിട്ടുന്ന ശമ്പളം മുഴുവനും അമ്മയുടെ കയ്യിലല്ലേ ഞാൻ കൊണ്ട് തന്നുകൊണ്ടിരുന്നത്. പെട്രോൾ കാശ് അല്ലാണ്ട് അതിൽ നിന്നൊരു നയ പൈസ ഞാൻ എടുത്തിട്ടുണ്ടോ? ഓരോ വിശേഷ ദിവസം വരുമ്പം ഈ വീട്ടിലെ എല്ലാവർക്കും ഞാൻ ഡ്രസ്സ് എടുത്ത് തരുമായിരുന്നു. ഒരൊറ്റ തവണയെങ്കിലും എനിക്ക് വേണ്ടി ഒരു ഷർട്ടെങ്കിലും എടുത്തോന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പത്രക്കാരൻ്റെയും പാലുകാരൻ്റെയും പൈസ അടുത്ത ആഴ്ച ഞാൻ കൊടുത്തോളാം. പിന്നെ അവളുടെ കല്യാണം ഉറപ്പിക്കാൻ അറിയാമെങ്കിലേ അല്ല അന്തസ്സായിട്ട് നടത്താനും എനിക്കറിയാം. അതോർത്ത് ഇവിടെ ആരും വിഷമിക്കണ്ട. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കൈ കാശില്ലെങ്കിൽ നാട്ടുകാരുടെ അടുക്ക മാത്രമല്ല സ്വന്തം വീട്ടിൽ പോലും പുല്ല് വിലയായി. എന്തൊരു ജന്മമാണ്.